എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ടേസ്റ്റിയായ മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ പൊള്ളിച്ചത് പൊള്ളിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ തിലോപ്പിയൊക്കെ പോലത്തെ മീനാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 1 കിലോയിലും കൂടുതലുണ്ട്. കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ തേച്ച് പിടിപ്പിക്കാം. ഈ ഒരു സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം തേച്ച് പിടിപ്പിച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ 2 സൈഡിലും ഉള്ളിലും ഈ മുളക് പൊടി നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഈ ഉപ്പും മുളകും ഒക്കെ മീനിൽ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടും. ഇത് കരിമീനെക്കാട്ടും കുറച്ചും കൂടെ ദശക്കട്ടിയുള്ള മീനാണ്. അതുകൊണ്ട് ഇത് കുറച്ച് സമയം ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട് ഞാൻ. അതിനുശേഷം മാത്രമേ ഇത് വറുത്തെടുക്കുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ മീൻ തിരുമ്മി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് ഇതിനി നല്ല ചൂടായ എണ്ണയിലൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് വറുത്തെടുക്കാം. സാധാരണ നമ്മൾ മീൻ വറുക്കുന്ന അത്രയും അങ്ങോട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം കുറച്ച് സമയം കൂടി ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതി. ഇവിടെ ഇപ്പോൾ മീൻ കുറച്ച് സമയമായിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് ഇതിലേക്ക് വേണ്ട ബാക്കി കൂട്ടുകളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 സവോള, 250 ഗ്രാം ചെറിയ ഉള്ളി, 2 ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-8 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. മീൻ ഇവിടെ ഫ്രൈ ആയിട്ട് അടുപ്പത്തു നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കി ചേരുവകൾ വഴറ്റിയെടുക്കാം. സവോളയും ചെറിയുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് ചേർക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുന്നതാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഈ കൂട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഉള്ളിയൊക്കെ പെട്ടെന്നങ്ങ് വഴന്ന് വരും. ഈ ഉള്ളി ഇനി നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. എങ്കിൽ മാത്രമേ ഈ കൂട്ടിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും 1 സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയുമാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് മുളക് പൊടിയുടെ അളവോ കുരുമുളക് പൊടിയുടെ അളവോ കൂട്ടാം. ഇനി ഈ പൊടിയൊക്കെ മൂക്കുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതും ഒന്ന് നന്നായിട്ട് വഴന്ന് കിട്ടണം. ഈ ചേർത്തിരിക്കുന്ന തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടയുന്നത് വരെ കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് ഈ കൂട്ട് റെഡിയായിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു വാഴയില നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഒരു ചെറിയ ഇലയും കൂടി ഒന്ന് വാട്ടി വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ ഈ വഴറ്റിയെടുത്ത കൂട്ട് കുറച്ച് നിരത്തി കൊടുക്കാം. അതിന് മുകളിലേക്ക് മീൻ വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് വീണ്ടും ഈ കൂട്ട് ഇതുപോലെ ആക്കി കൊടുക്കാം. ഇപ്പോൾ മീനിന് മുകളിലായിട്ട് കൂട്ടെല്ലാം ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മടക്കിയെടുക്കാം. മടക്കിയതിന് ശേഷം ഇതൊന്ന് കെട്ടിയെടുക്കണം. വാഴയുടെ നാര് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള നൂല് ഉപയോഗിച്ചിട്ടോ ഇത് കെട്ടിയെടുക്കാം. ഈ വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് കെട്ടിയെടുക്കണം. അത്യാവശ്യം ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് കെട്ടാം. ഇതിലെ ഗ്രേവിയൊക്കെ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്യുന്നത്. ഈ സമയത്ത് തന്നെ ഞാനിവിടെ അടുപ്പത്ത് ഒരു വലിയ പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന മീൻ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. 3-4 പ്രാവശ്യം ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് ഇതൊന്ന് നന്നായിട്ട് പൊള്ളിച്ചെടുക്കാം. ചെറിയ മീനൊക്കെ ആണെങ്കിൽ പാനിലോ ദോശക്കല്ലിലോ ഒക്കെ പൊള്ളിച്ചെടുത്താൽ മതി. ഇത് കുറച്ച് വലിയ മീനായതുകൊണ്ടാണ് ഒരു ഉരുളി എടുത്തിരിക്കുന്നത്. ഇവിടെ മീൻ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ പൊള്ളിച്ചത്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത്